ആണിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? അത് നിങ്ങളെ വാപ്പാർ നിങ്ങൾക്ക് തന്ന മുതലൊന്നുമല്ല. ആ മുതല് നോക്കിയിട്ട് നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളോട് എന്തേ പറയുന്നുണ്ടെങ്കിൽ അവൻ പൊട്ടനാ, ഒരു വിവരം വെച്ചിട്ടില്ല. ചിലർ പറയൂലേ, എന്റെ അടുത്ത് എന്താ പെങ്കി കിട്ടിയത്, 5 സെന്റ് കിട്ടാനുണ്ടോ, എന്റെ വാപ്പ ആടെ വാങ്ങിയിട്ടതൊക്കെ ആങ്ങളാരും ഉണ്ടായതല്ലേ എന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ അവന് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരാണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് പടച്ചവനെ പേടിച്ച് അള്ളാന്റെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്ന ഒരു പെണ്ണിനെ, അതിന്റെ പിയാപ്പക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യത്തോടെ നിങ്ങൾക്ക് നിസ്കാരപ്പായെന്ന് പറയാൻ പറ്റിയ നിങ്ങൾ പുണ്യം ചെയ്ത അമ്മാരും ഭാര്യമാരുവാ. എന്റെ ഭർത്താവിന് കിട്ടിയ പുണ്യ ഞാനെന്ന് പറയാൻ പറ്റിയ, അത് പറയാൻ പറ്റുന്നിടത്ത ഒരു ഉമ്മ, ഒരു മാതാവ്, ഒരു ഭാര്യ, ഒരു പെണ്ണ് അള്ളാന്റെ കണ്ണിൽ ഏറ്റവും ഇസ്സത്തുള്ളവളായി മാറുന്നത്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. എന്തു വേണം? അതിനനുസരിച്ച് നമ്മൾ മാറണം. കുടുംബത്തെ സ്നേഹിക്കണം, സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കണം, വാക്കുകൾ സൂക്ഷിക്കണം. ഒരാണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വർക്കത്താണത്. ആണിന്റെ മനസ്സറിഞ്ഞ് ചേർന്നു നിൽക്കുന്ന ഒരു പെണ്ണ്. ഓന്റെ 5 ഉറുപ്പ്യാണോ അവന് ഗതിയുള്ളത്, 5-നനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. 5 കോടി ഉറുപ്പ്യുണ്ടോ, 5 കോടിക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നല്ല, അള്ളാനെ മറക്കാതെ ആ കോടി ഉപയോഗിച്ചിട്ട് പടച്ചവന്റെ തൃപ്തി വാങ്ങണമെന്ന് ബോധ്യപ്പെടുത്തുന്ന പെണ്ണ്. അല്ലാണ്ട് പിയാപ്പിള ദരിദ്രനാകുമ്പോ ഒന്നിനും പറ്റാത്തവന് പൈസക്കാരനാകുമ്പോ അതിനനുസരിച്ച് ലാവിഷായിട്ട് ജീവിക്കാനും പഠിക്കുന്നോളല്ല പെണ്ണ്. ഓന്റെ വരുമാനം മനസ്സിലാക്കി പടച്ചവനെ മറക്കാതെ കൊണ്ടടക്കാൻ പറ്റണം, കുടുംബം കൊണ്ടടക്കാൻ പറ്റണം.